ഏറ്റവും പ്രിയപ്പെട്ട തോമസ് ഊട്ടി ബ്രദർ, ഷോബി ചാക്കോ, ജയമോൻ ബ്രദർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ മനോഹരമായ ദിവസം ഇവിടെ നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞത് ബ്രദർ പറഞ്ഞതുപോലെ ഒരു ദൈവനിയോഗമായി ഞാൻ കാണുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. ഹെവൻലി ഫീസുമായി എനിക്ക് ഹൃദയബന്ധമുണ്ട്. തോമസ് ഊട്ടി ബ്രദറും തങ്കു ബ്രദറും അക്ഷരാർത്ഥത്തിൽ എനിക്ക് സഹോദരങ്ങളാണ്. ആ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് റീച്ച് വേൾഡ് വൈഡ് എന്നുള്ളൊരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാരുണ്യ പ്രവർത്തനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ്. അത് ദൈവനിയോഗമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ, അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരുപാട് പേര് സങ്കടങ്ങളുമായി എന്നെ കാണാൻ പറ്റും. ഞാൻ ചിലരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നും അത് അവനാണ്, എൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ചിലപ്പോൾ അവരുടെ സർജറി ഏറ്റെടുക്കും, ചിലപ്പോൾ അവരുടെ പഠിപ്പ് ഏറ്റെടുക്കും. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ അത്ഭുതപ്പെടും. ചിലപ്പോൾ 5 പൈസ കയ്യിലുണ്ടാവില്ല. ഇത് എന്ത് ധൈര്യത്തിലാണ് ഏറ്റെടുത്തതെന്ന് തോന്നും. അപ്പം എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ചെയ്യുന്നതൊരു നല്ല കാര്യമാണ്, അതിനെന്നെ സഹായിക്കാൻ ഒരാളുണ്ട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്, ഇന്ന് വരെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു ഹാർട്ട് സർജറി 4.5 ലക്ഷത്തോളം രൂപയാണ്. പോകാൻ എറണാകുളത്ത് ആശുപത്രിയിൽ പോകാൻ അവർക്ക് പൈസയില്ല. നമ്മൾ തകർന്നു പോകുമ്പോൾ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ കുടുംബസ്ഥിതിയെല്ലാം ഞാൻ പറഞ്ഞു ശരിയെന്ന്. എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞ ധൈര്യത്തിലാണ് പറഞ്ഞത്. പക്ഷെ 1 മണിക്കൂറിനകം എൻ്റെ മനസ്സിൽ ഒരാളെ കുറിച്ച് ഞാൻ ഓർത്തു. ആളെ ഞാൻ വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. ഈ 19-ാം തീയതി ആ സർജറി നടന്നു വിജയകരമായി. ഇത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ നിശ്ചയദാർഢ്യം. നമ്മളത് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ നമ്മളെ സഹായിക്കാൻ ആ വലിയ ആൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന എല്ലാവരോടും പറയും, ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ തീരുമാനിച്ചാൽ മതി, അത് നടക്കും. അത് ദൈവനിയോഗമാണ്. ഈ എല്ലാ കാര്യങ്ങളും നടക്കും. എത്ര വലിയ കഥകളാണ് ജയമോൻ ബ്രദറിലൂടെ പറഞ്ഞത്. ഇവിടെ നിന്ന് പഠിപ്പിച്ച് വലിയ നിലയിലെത്തിയ കുട്ടികൾ ഇപ്പോൾ അവർ സ്പോൺസർമാർ. അതാണ് അത്ഭുതം. അവർ സ്പോൺസർമാരായി, അവർ ബാക്കിയുള്ളവരെ സഹായിക്കുന്നു. അവരെ വളർത്തിയെന്ന് മാത്രമല്ല, അവരുടെ മനസ്സിനെ കൂടിയാണ് വളർത്തിയത്, സഹായിച്ചു. അവർക്കൊരു വലിയ മനസ്സുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ അതിൻ്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്ത് നോർത്ത് റീജിയനിലെ വിമൻ എംപവർമെൻറ്റിൻ്റെ ആ സ്കീമിൻ്റെ ഉദ്ഘാടനമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ്, ഞാൻ തയ്യൽ മെഷീൻ വിതരണം ചെയ്യാനാണ് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു വിമൻ എംപവറിൻ്റെ ആ സ്കീമിൻ്റെ നോർത്തേൺ റീജിയൻ്റെ ഉദ്ഘാടനം. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, എത്രമാത്രം അനുതാപത്തോടെ സ്നേഹത്തോടെയാണ് ക്രിസ്തു സ്ത്രീകളെ നോക്കിക്കണ്ടത്. എത്രയാണ് നോക്കിക്കണ്ടത്? ക്രിസ്തു നടത്തിയ ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തികൾ ആദ്യത്തേത് എന്ന് വിശേഷിക്കപ്പെടുന്നത് കാനാവിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി കൽഭരണികൾ നിറച്ചതാണ്. എന്താ കാര്യം? കല്യാണ വീട്ടിൽ വീഞ്ഞിൻ്റെ അപര്യാപ്തത ഉണ്ട് എന്നറിഞ്ഞ അമ്മയുടെ ആകുലത പരിഹരിക്കാനാണ് മകനും ദൈവപുത്രനുമായ അവൻ വെള്ളം വീഞ്ഞാക്കി കൽഭരണികൾ നിറച്ചു. സ്ത്രീയോടുള്ള സ്നേഹത്തിൻ്റെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഈ ശമരിയക്കാർ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അന്ന് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നൊരു കാലത്ത്, വലിയ ജാതി വ്യവസ്ഥ, കണ്ടാൽ മിണ്ടില്ല, സംസാരിക്കില്ല, തൊടില്ല, മാറിപ്പോകുന്ന ഒരു കാലത്ത്, വളരെ 2000 വർഷങ്ങൾക്ക് മുമ്പ്
ദാഹിച്ചു വളഞ്ഞ ക്രിസ്തു ശമരിയക്കാരോട് കുടിപ്പാൻ വെള്ളം ചോദിച്ചു. യഹൂദനായ നീ ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്തു പറഞ്ഞൊരു മറുപടിയുണ്ട്. നീ ദൈവത്തിൻ്റെ ദാനമാണെന്നും കുടിപ്പാൻ വെള്ളം ചോദിച്ചത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള ജലം നിനക്ക് നൽകുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അതാണ് പിന്നോക്കം നിന്നിരുന്ന, മുഖ്യധാരയിൽ ഇല്ലാത്ത ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കൈപിടിച്ചാനയിച്ച് അവൾ ദൈവത്തിൻ്റെ ദാനമാണ്, അവൾ എല്ലാവരുടെയും മുമ്പിൽ തുല്യരാണ് എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രഘോഷിച്ച മഹാനാണ് ക്രിസ്തു, അല്ലേ? ഒരു വ്യഭിചാരക്കുറ്റം ആരോപിച്ച് ദേവാലയത്തിൽ ഒരു സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കാത്തു നിൽക്കുകയാണ് പ്രമാണിമാർ മുഴുവൻ. കൈധരിക്കുകയാണ് എല്ലാവരുടെയും, കല്ലെറിഞ്ഞ് കൊല്ലാൻ. കാരണം വ്യഭിചാരക്കുറ്റമാണ് ചെയ്തത്. കല്ലെറിഞ്ഞ് കൊല്ലാൻ കൈധരിച്ച് നിന്നിരുന്ന പ്രമാണിമാരോട് എന്താ ക്രിസ്തു പറഞ്ഞത്? നിങ്ങളിൽ ഒരു പാപവും ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്നാ. എല്ലാവരും കയ്യും ചുരുട്ടി പ്രമാണിമാരെല്ലാം തിരിച്ചു വീട്ടിലേക്ക് പോയി. അവരെ ഉപദേശിച്ചു. കൈ ചുരുട്ടിപ്പോ എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കണം എന്ന് പറഞ്ഞു. എന്തൊരു പ്രൊട്ടക്ഷനാണ്, എന്തൊരു സംരക്ഷണമാണ് അവർക്ക് കൊടുത്തത്. അതൊരു മെസ്സേജാണ്. നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നെ ആരെയും കല്ലെറിഞ്ഞ് ദ്രോഹിക്കാൻ അനുവദിക്കില്ല. ആൾക്കൂട്ട വിചാരണകൾ നടക്കുന്ന കാലമാണിത്. ആൾക്കൂട്ട വിചാരണകൾ നടത്തി ആളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഒരാൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീക്ക് ഇതുപോലെ സംരക്ഷണം കൊടുത്തത്. പിന്നെ ഇല്ലേ കേസ്? 18 വർഷമായി കൂനുള്ള ഒരു സ്ത്രീ വന്നപ്പോൾ ശബാത്ത് ദിവസം എന്താ പറഞ്ഞത്? കൂന് മാറ്റിക്കൊടുത്തു. അപ്പൊ കുറെ ആളുകൾ, ഇപ്പൊ ഉള്ളത് പോലത്തെ ഈ പ്രമാണിമാരുടെ ശല്യം അന്നുണ്ട്. കുഴപ്പക്കാർ എന്താ പറഞ്ഞത്? ബാക്കി 6 ദിവസം വേല ചെയ്യാനുള്ള ദിവസം മാത്രം ഇത് ചെയ്തു കൊടുത്താൽ മതി, ഈ ദിവസം ചെയ്യാൻ പാടില്ല. ദൈവം നിന്റെ രോഗത്തിൽ നിന്ന് നിനക്ക് ബന്ധനം നൽകിയിരിക്കുന്നു എന്നാണ് ക്രിസ്തു അതിന് മറുപടി പറഞ്ഞത്. അത്രയും പറഞ്ഞാൽ മതി. ഏതു ദിവസവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ, കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഉണ്ടാകണം, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് രോഗവിമുക്തി കൊടുത്തത്. ഇതൊന്നും പറഞ്ഞാൽ തീരില്ല. സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ ദയയും അനുകമ്പയും സ്നേഹവും. ഏറ്റവും വലിയ കാര്യം എന്താ? പുനരുദ്ധാനം ചെയ്തതാണ്, അല്ലേ? ആരാ കണ്ടത് ആദ്യം? സ്ത്രീകളാണ് കണ്ടത് ആദ്യം. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്താ? നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, നിങ്ങളെക്കാൾ മുമ്പേ അവൻ ഗലീലയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഞാൻ പറയുന്നു, പ്രത്യാശയുള്ളവരായിരിക്കുക. ഒരു ജീവിത പ്രതിസന്ധിയിലും തകർന്നു പോകാതിരിക്കുക, പിന്തിരിഞ്ഞോടാതിരിക്കുക, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലാതിരിക്കുക. എന്തുകൊണ്ടാ? ആരാ വാഗ്ദാനം നൽകിയിരിക്കുന്നത്? വിശ്വസ്തനായ ആൾ വാഗ്ദാനം നൽകിയിരിക്കുന്നു. പ്രത്യാശ ഉള്ളവരായിരിക്കുക. അപ്പോൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനൊരു സന്ദേശം കൂടി. ദൈവത്തിൻ്റെ ഒപ്പം അവൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ തിരിച്ചും പറയാം, അവൻ വലതുഭാഗത്തുണ്ട്. ഞാൻ നിറഞ്ഞ മനസ്സോടെ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഈ വേൾഡ് റീച്ച് വേൾഡ് വൈഡിൻ്റെ ഈ വിമൻ എംപവർമെൻറ്റ് നോർത്ത് റീജിയനിലെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.